ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മുടെ വൺ യുഐയിൽ നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് നമ്മുടെ എന്താ പറയുക സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ജൂലൈയിലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ S23 അൾട്രയിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 24 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ക്യുക്ക് ഓവർവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഉണ്ടോ, അതുപോലെ തന്നെ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ മേജറായിട്ട് വരുന്ന അപ്ഡേറ്റ്സുകളൊക്കെ ഇതാണല്ലോ മെയിനായിട്ട് ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ഡേറ്റ്സ് വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എന്നല്ല, ഇത് അവരുടെ അപ്ഡേറ്റ് സെക്ഷനിൽ തന്നെ വന്നേക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. ഓൾമോസ്റ്റ് ഒരു 500 MB സൈസാണ് കാരണമൊക്കെ വരുന്നത്. ഡിപ്പെൻസ്, അത് ഈ സൈസ് ഡിപ്പെൻസ് മാറും കേട്ടോ. നിങ്ങളിപ്പോൾ മുമ്പത്തെ സാധനം അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് രണ്ടും കൂടി വരും. അപ്പോൾ അത് സൈസ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ മാസവും അപ്ഡേറ്റ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സൈസ് വരുന്നത് ഒരു 500, 470 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. 500-ൻ്റെയും 470-ൻ്റെയും ഇടയിലായിരിക്കും സൈസും കാര്യങ്ങളൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് മേജറായിട്ട് വന്നേക്കുന്നത്. വേറെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് സെക്യൂരിറ്റി ഇംപ്രൂവ്മെന്റ് മാത്രമേ അതിന് ഈ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി സാംസങ് അതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടു, ദിസ് അപ്ഡേറ്റ് ഇൻക്ലൂഡ്സ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദിസ് ഡിവൈസ് ഇസ് പ്രൊട്ടക്റ്റഡ് വിത്ത് ഇംപ്രൂവ്ഡ് സെക്യൂരിറ്റി. ദീസ് ചേഞ്ചസ് മേ വേരി ഡിപ്പെൻസ് അപ്പോൺ മോഡൽ കൺട്രി. അതൊക്കെ സാധാരണ പോലെ തന്നെ. ഇതിൻ്റെ UI വേർഷൻ വരുന്നത് 7 തന്നെയാണ്. ആൻഡ്രോയിഡ് വേർഷൻ 15 ആണ്. നിങ്ങൾക്ക് അറിയുമ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ നമ്മുടെ ഫോൾഡ് 7ലും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലിപ്പിലൊക്കെ നമുക്കിപ്പോൾ UI 8 കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്നിട്ടില്ല, എന്തായാലും വരും ഈ അടുത്ത് തന്നെ. പിന്നെ നമുക്കിതിൽ വേർഷൻ ഞാൻ പറയാം. S91-8BXX8DYG1 എന്ന് പറഞ്ഞൊരു ലേറ്റസ്റ്റ് വേർഷനാണ് വന്നേക്കുന്നത് കേട്ടോ. DYG1 ലാസ്റ്റ് വന്നേക്കുന്നത്. എനിക്ക് വന്നേക്കുന്ന സൈസ് എന്ന് പറയുന്നത് 455.42 MB ആണ്. അത് കുറേ പേർക്കൊക്കെ ഒരു 475 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കാണ് റേഞ്ച് ആയിട്ട് വരുന്നത് കേട്ടോ. മെയിനായിട്ട് S23 അൾട്ര, S20 പ്ലസിലൊക്കെ അതിനനുസരിച്ച് ചെറുതായിട്ട് ഡിഫറൻസ് കാര്യങ്ങൾ വരും. ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 24 മണിക്കൂറായി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട്. എനിക്ക് വലിയ ഇഷ്യൂസും അല്ലെങ്കിൽ ചേഞ്ചസോ ഇഷ്യൂസോ ഒന്നും കണ്ടിട്ടില്ല. ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഇപ്പം എൻ്റെ ഈ S23 അൾട്ര അണ്ടർ വാറണ്ടിയിലാണ്. ഞാൻ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. ഒരു കൊല്ലം ആയിട്ടുമില്ല. അത് വേറെ കാര്യം. 6 മാസം 7 മാസം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഓൾറെഡി വാറണ്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാറണ്ടിയിലുള്ള സമയത്ത് ഗ്രീൻ ലൈൻ ഇഷ്യൂ നോർമലി വരാറില്ല. അപ്പോൾ നമ്മുടെ ഈ ഡിവൈസിലേക്ക് എന്തായാലും ഇഷ്യൂസ് വന്നിട്ടില്ല. ഞാൻ എൻ്റെ നോർമൽ S23 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഇഷ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്തായാലും ഈ തൽക്കാലത്തേക്ക് ഇപ്പോൾ ലാസ്റ്റ് 2 അപ്ഡേറ്റിലേക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ അങ്ങനെ റിപ്പോർട്ട് ആയിട്ടില്ല കേട്ടോ. നോർമലി റിപ്പോർട്ട് ആയിട്ടില്ല. പിന്നെ നമുക്ക് ബാറ്ററി ഡൈനും ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബാറ്ററി ഡൈനും കണ്ടില്ല. ഞാൻ ഇന്നലെ ചെയ്തതാണ്. ഇപ്പോഴും ഞാൻ ഇന്നലെ ചാർജ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇപ്പോഴും 91% എൻ്റെ ബാറ്ററി വന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ഡൈനും വലിയ കാര്യമായിട്ട് ഇത് അപ്ഡേറ്റ് എനിക്ക് തോന്നുന്നത് ചെറിയ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, നോർമലി പോലെ തന്നെ. എനിക്ക് എൻ്റെ ക്യാമറ ഡൗൺഗ്രേഡും കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ സെൽഫി ക്യാമറയിൽ ചെറുതായിട്ടൊരു ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിരുന്നത് വെച്ചാൽ നോർമലി ഇപ്പോൾ ഒരു ലൈറ്റ് ഉണ്ടായിട്ട് പോലും അവർ ഉണ്ട് ഓട്ടോ സാധനം എടുത്തു. അപ്പോൾ സെൽഫി ക്യാമറയിൽ ഉണ്ടോ ഒരു മൂടൽ പോലെ വന്നേക്കണുണ്ടോ. അത് ലെൻസിൻ്റെ ഒന്നല്ല, ലെൻസൊക്കെ ക്ലീൻ തന്നെയാണ്. ഒരു മൂടൽ പോലെ നിങ്ങൾ കാണുന്നുണ്ടോ. ഇത് സാംസങ്ങിൻ്റെ മേജർ ഇഷ്യൂ ഉണ്ട്. ഇവർ ഈ പഴയ തവണ ഫോണുകൾക്ക് ഇവർക്ക് ഈ ഡൗൺഗ്രേഡ് ഇപ്പോൾ പ്രത്യേകിച്ച് ക്യാമറയിൽ ഭയങ്കരമായിട്ട് ഡൗൺഗ്രേഡ് കൊടുക്കുന്നുണ്ട്. ഈ സാംസങ് എന്ത് മാങ്ങിയാണ് ചെയ്യണമെന്നൊരു പിടിയില്ല കേട്ടോ. അവർ ആകെ പേരൊക്കെ പോയി. ഞാൻ നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ OnePlus 13 വീഡിയോ ഇപ്പോൾ ഇടുന്നുണ്ട്. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്രോമേന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഫോൾഡ് 7 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വിവോൻ്റെ ഫോൾഡ് 5. ഞാൻ ഫോൾഡ് 5ഉം സാംസങ്ങിൻ്റെ ഫോൾഡ് 7ഉം കമ്പയർ ചെയ്ത് നോക്കിയിട്ടാ ഒരു രക്ഷയില്ല. 10-25,000 രൂപ വിവോന് കുറവാണ്. എന്നിട്ട് പോലും ഇതിൻ്റെ ക്യാമറ ഒക്കെ എടുത്ത് നോക്കുമ്പോണ്ടല്ലോ ആ സാധനം ഇത് നമ്മുടെ വിവോ ഭയങ്കര സുപ്പീരിയറാണ്. പിന്നെ വിവോൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ X200 Pro ആണ്. ഞാനിപ്പോൾ X200 FE ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സത്യം പറയാമല്ലോ, സാംസങ്ങിൻ്റെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർക്ക് എന്നിട്ട് ഒരു കുലുക്കില്ല. ഇപ്പോഴും കുറേ പേർക്ക് നമ്മുടെ നോർമൽ S23 ഡിവൈസുകൾക്ക് ഇഷ്ടംപോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്യാത്തവർക്കും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ലാസ്റ്റ് 2 വന്ന അപ്ഡേറ്റിലും വലിയ കാര്യമുള്ള ഗ്രീൻ ലൈൻ ഇഷ്യൂ അപ്ഡേറ്റ് റിപ്പോർട്ട് ആയിട്ടില്ല. പക്ഷേ അപ്ഡേറ്റ് ചെയ്യാത്തവർക്കും ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് സാംസങ് ഉദ്ദേശിക്കുന്നത്? അവർ തന്നെ അവരെ അടച്ചുപൂട്ടാനുള്ള വഴി ഉണ്ടാക്കുകയാണോ, എന്താ സംഭവം എന്നറിയില്ല. സത്യം ഞാൻ ഇന്നലെ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവരെന്നെ പറഞ്ഞു സാംസങ്ങിൻ്റെ സെയിൽസ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇടിയാണ്ടിരിക്കുക ഇങ്ങനെ അതും പ്രീമിയം ഡിവൈസ് ഫോൾഡ് ഫോണുകൾക്ക് പോലും ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നുണ്ട്. 1.5 ലക്ഷം അവരുടെ ഭയങ്കര കത്തിയാണ്. ഇപ്പോൾ ഈ ഫോൾഡ് 7 ഇറങ്ങിക്കുന്നത് 1.75 സ്റ്റാർട്ടിങ് വരുന്നത്. 12 GB 256 GB വരുന്നേ. വിവോൻ്റെ ഫോൾഡ് 5 വന്നേക്കുന്നത് 1.49 അത് വിത്തൗട്ട് ഓഫറാണ്. 1.40 1.30 കിട്ടും ഓഫർ അടക്കം. അതിൽ 16 GB 512 GB മോഡലാണ്. അപ്പോൾ പ്രൈസ് ഡിഫറൻസ് ഒന്ന് നിങ്ങൾ നോക്കിയേ.
എന്നിട്ട് അവർ കൊടുക്കുന്ന എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കുമോ? ഞാൻ ഷോപ്പിൽ ചോദിച്ചപ്പോഴും പറഞ്ഞു ഓഫ്ലൈൻ സ്റ്റോറിലെ സെയിൽസും ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് സാംസങ്ങിൻ്റെ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇനി S26 Ultra എടുക്കണമെന്ന് ഒരു താല്പര്യം തോന്നുന്നില്ല. പറയുമ്പോൾ അവരുടെ 1UI ഒക്കെ നെക്സ്റ്റ് ലെവലാണ്. എന്ന് വെച്ചാൽ ഈ ഫണ്ട് ചോയ്സ് ഒന്നും ഇതിൻ്റെ എല്ലാ എഴുത്തുകളും എത്തില്ല 1UI-ൻ്റെ. പക്ഷേ എന്താ ചെയ്യുക, എങ്ങനെയായി കഴിഞ്ഞാൽ ഒരു നമ്മൾ പണ്ടൊക്കെ പറയാറില്ലേ ചൈനീസ് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അടിച്ചു പോകുമെന്ന് പറയാൻ പറ്റില്ല. അതേപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സാംസങ്ങിൻ്റെ കയ്യിലേക്ക് എടുക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഞാൻ ഓൾറെഡി മുമ്പും പറയാറുണ്ട്, ഞാൻ ഫുള്ള് സാംസങ്ങിൻ്റെ പ്രൊഡക്ട്സ് ഇത്രയും കാലം ഉപയോഗിക്കുന്നതാണ്. എൻ്റെ TV സാംസങ് ആണ്, എന്താ പറയുക ഓവൻ സാംസങ് ആണ്, എൻ്റെ മോണിറ്റർ സ്മാർട്ട് മോണിറ്ററാണ് സാംസങ്ങിൻ്റെ, TV സാംസങ് ആണ്, ടാബ് സാംസങ് ആണ്. അപ്പോൾ സാംസങ് ഹേറ്റർ ഒന്നല്ല ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു സർവീസ് തന്നു കഴിഞ്ഞാൽ പിന്നെ ആരാ വാങ്ങിക്കുക? ഏത് ഫാനായാലും, ഞാൻ ഫാനൊന്നും പറയുന്നില്ല, ഫാനായാൽ പോലും അവനവൻ്റെ എക്സ്പീരിയൻസ് വരുമ്പോൾ ഓൾറെഡി മാറുമല്ലോ. ബാക്കിയുള്ളവർക്ക് എക്സ്പീരിയൻസ് വരുമ്പോൾ അവർക്ക് കോമഡി ആയിരിക്കും, അവർ വലിയ ഡിഫെൻഡ് ചെയ്യാനൊക്കെ വരും. അവനവന് വരുമ്പോൾ ഏത് ഫാനും എന്താ പറയുക അടിച്ചു പോകും. അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഓൾറെഡി സെയിൽസ്, ഒന്നാമത് സാംസങ്ങിൻ്റെ ഷെയർ അല്ല, അവർ ഓൾറെഡി ടോട്ടൽ ലോസിലാണ് ഇപ്പോൾ കുറേ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കുറേ ബ്രാൻഡ് ഇപ്പോൾ അവരുടെ ഡിസ്പ്ലേ എടുക്കുന്നില്ല. ഇപ്പോൾ കുറേ ചൈനീസിൻ്റെ BOA ഒക്കെ കുറേ ചൈനീസ് ബ്രാൻഡിൻ്റെ, ഇപ്പോൾ ചൈനീസ് ബ്രാൻഡ്സുകൾ അടക്കം സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ മാറ്റിയിട്ട് ഇപ്പോൾ അവരുടെ തന്നെ ഓൺ ചൈനീസ് ബ്രാൻഡുകളുടെ ഡിസ്പ്ലേ ആണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇഷ്യൂ വന്നാൽ ആരെടുക്കുക? അപ്പോൾ ഓൾറെഡി സാംസങ് വൺ ലോസിലാണ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെ എന്താണ് ഉദ്ദേശിക്കാൻ അറിയില്ല. അവരെ എൻ്റെ എന്താ പറയുക സെയിൽസ് ടീമിന് എൻ്റെ ഹെഡിനെ തലടിച്ച് പോയതാണോ എന്താ സംഭവം എന്നൊരു പിടിയില്ല കേട്ടോ. അവന്മാർ ഇപ്പോഴും അത് ശരിയാക്കിയിട്ടില്ല, ഇപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് അവർക്ക് ഫ്രീ റീപ്ലേസ്മെൻറ്റ് ഓഫർ കൊടുക്കാം. ഇപ്പോൾ OnePlus ഒക്കെ ചെയ്ത പോലെ. എവിടെ എൻ്റെ OnePlus ഓഡിയൻസ്? ഇതെൻ്റെ Nord 5 ആണ് കേട്ടോ. ഇതെൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞ സെയിൽസിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറ താഴത്തേക്ക് നോക്ക്. ഇത് നമ്മുടെ എന്താ പറയുക DJIൻ്റെ Pocket 3 ആണ്. ഞാൻ ട്രാക്കിംഗ് ഇട്ടൊക്കെയാണ്. ഇത് Fold 5 ഞാൻ ഓൾറെഡി 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഫോൾഡ് അല്ല, Nord 5. പേര് മാറിപ്പോവാണി. ഇത് ഒരെണ്ണം ഓൾറെഡി സെയിലായിട്ടാണ്. ഞാൻ ഓൾറെഡി ഇത് വിൽക്കാൻ ഇട്ടിട്ടുണ്ടെന്നായിട്ട് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാനും കമൻറ്റ് ചെയ്യേണ്ട, അത് ഓൾറെഡി സെയിലായി. ഞാനതിപ്പോൾ ഷിപ്പ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഓൾറെഡി ഒരെണ്ണം കൂടി ഉണ്ട്. ഞാൻ അതിൻ്റെ യൂസ് ചെയ്തിട്ട് ഒരു 2-3 ആഴ്ച, ഒരു മിനിമം ചിലപ്പോൾ ഒരു മാസമായിട്ട് അത് വിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പം മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഇന്നലെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ഇനി മെസ്സേജ് അയക്കേണ്ട, അത് ഓൾറെഡി സെയിലായിട്ടാണ്. ഇന്നലെ തന്നെ സെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫോൺ അണ്ടർ വാറണ്ടിയിലാണെങ്കിൽ ഈ സാധനം ധൈര്യമായിട്ട് ചെയ്യാം. അല്ലാത്ത ആൾക്കാർക്കും ചെയ്യാം, അണ്ടർ റിസ്ക് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. പറയുമ്പോൾ ഈ ലാസ്റ്റ് 2 അപ്ഡേറ്റിലൊന്നും അങ്ങനെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഒന്നും റിപ്പോർട്ട് ആയിട്ടില്ല. പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ഇവരെന്ത് വാങ്ങാൻ ചെയ്യുന്നൊരു പിടിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് വന്ന ജൂലൈൻ്റെ അപ്ഡേറ്റ്സിൻ്റെ ഒരു റിവ്യൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സെൽഫി ക്യാമറ ഡൗൺഗ്രേഡ് വന്ന പോലെ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതേ സെയിം ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് കാണാത്ത പോയി കണ്ടോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. ഞാൻ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത് കാണാം.